Hi dear my children, നമ്മൾ ബാലൻസ് ചെയ്യേണ്ട അടുത്ത കേസിലേക്കാണ് വരുന്നത്. We have Cr2O7 2 minus treated with the Fe2 plus gives Cr3 plus and Fe3 plus. റിയാക്ഷൻ ആസിഡ് മീഡിയത്തില്ല എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഇത് 50 ml 0.1 മോളാർ ഇയാളാന്ന് പറഞ്ഞു. ഇത് 100 ml ഇയാളുടെ മൊളാരിറ്റിയാണ് ചോദിച്ചത്. എത്ര മോളാർ എന്നാണ് ചോദിച്ചത്. 50 ml 0.1 മോളാർ Fe2 പ്ലസ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ ഇത് 100 ml എത്ര മോളാർ വേണമെന്നാണ് ചോദിച്ചത്. അസിഡിക് മീഡിയത്തിൽ പെട്ടെന്ന് തന്നെ കത്തണം. അസിഡിക് മീഡിയമാണ് ക്രോമിയത്തിൻ്റെ ചേഞ്ച് 6 ആണ് ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. 3 പ്ലസ്സിൽ വരും. ഒരു ക്രോമിയത്തിന് 3 ആണ്, 2 ക്രോമിയത്തിന് 6 ആണ്. അപ്പോൾ ഇയാളെ ചേഞ്ച് 6 ആണ്. ഇയാൾ 2 പ്ലസ് നിന്ന് 3 പ്ലസ്സിലേക്കാണ് വന്നത്. അയാൾ ചേഞ്ച് 1 ആണ്. അപ്പോൾ ഇയാൾ ചേഞ്ച് എടുത്ത് ഇവിടെ കൊടുക്കുക, അയാൾ ചേഞ്ച് എടുത്ത് ഇവിടെ കൊടുക്കുക. ബാലൻസ്ഡ് ആയി. 1 മോളിന് 6 മോൾ വേണം. 1 മില്ലി മോളിന് 6 മില്ലി മോൾ വേണം. എത്ര മില്ലി മോള്? ഇതാ ഇയാളെ മൊളാരിറ്റി എം ആണെന്ന് വിചാരിക്കും. ഇയാളുടെ വോളിയം 100. അപ്പോൾ 100 എം ആണ് ഇതിൻ്റെ നമ്പർ ഓഫ് മില്ലി മോൾസ്. എങ്ങനെയാണ് മില്ലി മോൾസ് കാണുക? മൊളാരിറ്റീൻ്റെ വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. അയാളെ മില്ലി മോൾസ് എത്രയാണ്? മൊളാരിറ്റീൻ്റെ വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. മൊളാരിറ്റി എത്രയാണ്? 0.1 മോളാർ. വോളിയം മില്ലി ലിറ്ററിൽ 50. രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 5. അപ്പോൾ ഇയാളെ മില്ലി മോൾസ് ബൈ അയാളെ മില്ലി മോൾസ് ചെയ്താൽ എത്ര കിട്ടണം? 1/6 കിട്ടണം. മില്ലി മോൾസിൻ്റെ റേഷ്യോ എത്രയാണ്? 1 6 ആണ്. മില്ലി മോൾസ് എത്രയാണ്? ആൻസർ ആയി. ക്ലിയർ ആണോ? ഇവിടെ പറയണത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, വേറെ രീതിയിൽ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് Fe2 പ്ലസ് ഓക്സിഡൈസ്ഡ് ബൈ 1 മോൾ ഡൈക്രോമേറ്റ് ഇൻ ആസിഡ് മീഡിയം. 1 മോൾ ഡൈക്രോമേറ്റ് എത്ര മോളിൽ ചെയ്യുന്നു? 1 മോൾ 6 മോളിൽ ചെയ്യും. അല്ലെങ്കിൽ തിരിച്ച് വന്നിട്ട് എങ്ങനെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡൈക്രോമേറ്റ് റിക്വയർഡ് ടു ഓക്സിഡൈസ് 1 മോൾ Fe2 പ്ലസ് ഇൻ ആസിഡ് മീഡിയം. അതിന് 6 മോളിനാണ് 1 മോൾ വേണ്ടത്. അപ്പോൾ 1 മോളിനോ 6-ന് 1, അപ്പോൾ 1-നോ 6 കൊണ്ട് എടുക്കുക, 1/6. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ അതോടെ ഒന്നുകൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇനി അതല്ലെങ്കിൽ സിംപ്ലി ബാലൻസിങ്ങിൽ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പോവാം. ഇപ്പം നമ്മൾ ചെയ്ത ഏതാ? അസിഡിക് മീഡിയമാണ്. ഇനി നമ്മൾ ബേസിക് മീഡിയം വരാൻ പോകുന്നു. ഓക്കെ, MnO4 മൈനസ് reacts with Fe2 plus in basic medium. Basic medium മനസ്സിലായിക്കൊള്ളാം. MnO4 minus is converted into MnO2. MnO2ലാണ് അത് നോർമലി വരിക ബേസിക് മീഡിയത്തിൽ. നിങ്ങൾക്ക് അത് തരും. എനിവേ ബേസിക് മീഡിയം ആകുമ്പോൾ MnO2 ആണ് കോമൺ ആയിട്ട് വരുന്നത്. Fe2 പ്ലസ് എന്തായിട്ട് മാറി? Fe3 പ്ലസ് ആയിട്ട് മാറി. കണ്ടോ? ശ്രദ്ധിക്കണേ. ഇനി മാംഗനീസ് എത്രയില്ല? മാംഗനീസ് ഇവിടെ +7 അവിടെ എത്തുമ്പോഴോ 2 ഓക്സിജന് -4. അപ്പോൾ മാംഗനീസ് എത്ര വരും? +4 വരും. അപ്പോൾ ചേഞ്ച് എത്രയാ? +7-ന് +4ലേക്ക് വരുമ്പോൾ ചേഞ്ച് 3 ആണ്. ഇയാളെ ചേഞ്ച് 3 ആണ്. Fe2 പ്ലസ് Fe3 പ്ലസിലേക്ക് ചേഞ്ച് എത്രയാ? 1 ആണ്. ഇയാളെ ചേഞ്ച് എടുത്ത് ഇവിടെ കൊടുക്കുക, ഇയാളെ ചേഞ്ച് എടുത്ത് അവിടെ കൊടുക്കുക. അപ്പോൾ ഇലക്ട്രോൺസ് കൊടുക്കുന്നെണ്ണം വാങ്ങുന്നെണ്ണം ബാലൻസ്ഡ് ആയി. ഇനി ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്ത് അവിടെ ചെന്ന് ബാലൻസ് ചെയ്യണം. ഒരു മാംഗനീസ് അല്ലേ? അതൊരു മാംഗനീസ്. 3 അയൺ അല്ലേ? 3 അയൺ. അപ്പോൾ അവർ ബാലൻസ് ചെയ്തു. ഇനി ആര് ബാലൻസ് ചെയ്യണം? ഓക്സിജൻ ബാലൻസ് ചെയ്യണം. ഓക്സിജൻ ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ 1 × 4 ഓക്സിജനാണുള്ളത്. ആ 4 ഓക്സിജനിൽ 1 × 2 ഓക്സിജൻ അവിടെ ഉണ്ട്. അപ്പോൾ എത്ര ഓക്സിജനോടെ അവിടെ വേണം? 2 ഓക്സിജനോടെ വേണം. 2 ഓക്സിജൻ്റെ സോഴ്സ് ആരാ? വാട്ടറാണ്. 2 വാട്ടർ ആഡ് ചെയ്തു. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനി ആരെ ബാലൻസ് തെറ്റി? ഹൈഡ്രജൻ ബാലൻസ് ശരിയാക്കണം. അസിഡിക് മീഡിയ ആണെങ്കിൽ ആര് ആഡ് ചെയ്താൽ മതി? H+ ആഡ് ചെയ്താൽ മതി. ബേസിക് മീഡിയ ആകുമ്പോഴോ? ബേസിക് മീഡിയ ആകുമ്പോൾ OH- ആഡ് ചെയ്ത് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ആരധികം വരും? ഓക്സിജൻ വരും. പിന്നെ ഓക്സിജൻ ബാലൻസ് ചെയ്ത് പോയതേ ഉള്ളൂ. ഇപ്പം എത്ര ഓക്സിജൻ? 4 ഓക്സിജൻ. ഇവിടെയോ 2 ഓക്സിജൻ. ഇനി എത്ര ഓക്സിജനോടെ വേണം? 2 ഓക്സിജനോടെ വേണം. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്തു? ബാലൻസ് ചെയ്തു. ഇനി ആരെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? ഹൈഡ്രജനെ. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ബേസിക് മീഡിയത്തിൽ OH ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും അതിൻ്റെ കൂടെ ആര് വരും? ഓക്സിജൻ വരും. ഓക്സിജൻ നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ വരും.
അപ്പോൾ ഓക്സിജൻ്റെ ബാലൻസ് തെറ്റും. ഓക്സിജൻ്റെ ബാലൻസ് ശരിയാക്കാൻ വീണ്ടും വാട്ടർ ആഡ് ചെയ്യണം. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഹൈഡ്രജൻ്റെ ബാലൻസ് തെറ്റും. ഹൈഡ്രജൻ ബാലൻസ് ശരിയാക്കാൻ OH- നേരിട്ട് ആഡ് ചെയ്താൽ ഓക്സിജൻ അധികം വരും. ജീവിതകാലം മുഴുവൻ ഇത് തന്നെ ചെയ്യേണ്ടി വരും. മനസ്സിലായി പറഞ്ഞ? അപ്പം പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ബേസിക് മീഡിയത്തിൽ നമ്മൾ OH- ആഡ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യും. അത് ശ്രദ്ധിച്ചോളുക എങ്ങനെയാണെന്ന്. എത്ര ഹൈഡ്രജൻ കുറവുണ്ട്? ഹൈഡ്രജൻ എത്ര ഷോർട്ടേജ് ഇല്ല? ഹൈഡ്രജൻ ഇവിടെ ഒന്നുമില്ല. ഹൈഡ്രജൻ ഇവിടെ ഉണ്ടോ? ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. അപ്പം നമുക്ക് 4 ഹൈഡ്രജൻ്റെ ഷോർട്ടേജ് ഇവിടെ ഉണ്ട്. ക്ലിയർ ആണോ? എത്ര ഹൈഡ്രജൻ ഷോർട്ടേജ് ഉണ്ടോ അത്രയും വാട്ടർ ആഡ് ചെയ്യാം. ഹൈഡ്രജൻ ഷോർട്ടേജ് ഉള്ള സൈഡിൽ വാട്ടർ ആഡ് ചെയ്യാം. എത്ര വാട്ടർ ആഡ് ചെയ്തോ അത്രയും OH- അതിൻ്റെ ഓപ്പോസിറ്റ് ആഡ് ചെയ്യാം. 4 ഹൈഡ്രജൻ അല്ലേ? 4 ഹൈഡ്രജൻ്റെ ഷോർട്ടേജ് അല്ലേ ഉള്ളത്? എത്ര ഹൈഡ്രജൻ്റെ ഷോർട്ടേജ് വരുന്നോ അത്രയും വാട്ടർ ഹൈഡ്രജൻ്റെ ഷോർട്ടേജ് വരുന്ന സൈഡിൽ ആഡ് ചെയ്യാം. എത്ര വാട്ടർ ആഡ് ചെയ്തോ അത്രയും OH- ആഡ് ചെയ്യുക. ആലോചിച്ച് നോക്കി. 8 ഹൈഡ്രജൻ വന്നു. നമുക്ക് എത്ര ഹൈഡ്രജൻ ആവശ്യമുള്ളൂ? 4 ഹൈഡ്രജൻ. അപ്പോൾ 4 ഹൈഡ്രജൻ അധികമാണോ? 4 ഓക്സിജൻ അധികമല്ലേ? അതെ. അപ്പോൾ 4 OH ആഡ് ചെയ്താൽ ബാലൻസിലായി? അതെ. 4 OH ആഡ് ചെയ്ത് ബാലൻസ് ആക്കി. അപ്പോൾ ഹൈഡ്രജൻ എത്ര കുറവുണ്ടോ അത്രയും OH അല്ല ആഡ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ എത്ര കുറവുണ്ടോ അത്രയും വാട്ടർ ആഡ് ചെയ്യാം. ഹൈഡ്രജൻ 3 കുറവുണ്ടെങ്കിൽ 3 വാട്ടർ ആഡ് ചെയ്യാം. 3 വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാലോ എത്ര വാട്ടർ ആഡ് ചെയ്തോ അത്രയും OH- അതിൻ്റെ ഓപ്പോസിറ്റ് ആഡ് ചെയ്യാം. അപ്പോഴേ ബാലൻസ്ഡ് ആവുള്ളൂ. 5 ഹൈഡ്രജൻ കുറവുണ്ട്, അപ്പോൾ 5 വാട്ടർ ആഡ് ചെയ്യാം. 5 വാട്ടർ ഇപ്പുറത്ത് ആഡ് ചെയ്താൽ 5 OH- അപ്പുറത്ത് ആഡ് ചെയ്യാം. 10 വാട്ടർ കുറവുണ്ട്, മീൻസ് 10 ഹൈഡ്രജൻ കുറവുണ്ട്. 10 ഹൈഡ്രജൻ കുറവുണ്ടെങ്കിൽ 10 വാട്ടർ ആഡ് ചെയ്യുക. 10 വാട്ടർ ആഡ് ചെയ്താൽ 10 OH- ഓപ്പോസിറ്റ് ആഡ് ചെയ്ത് ബാലൻസ് ചെയ്യാം. ഇനി വാട്ടർ ക്യാൻസൽ ചെയ്ത് പോവുകയെ. ഇവിടെ 4 വാട്ടറും ഇവിടെ 2 വാട്ടറുമാണ്. ഒന്ന് റിയാക്റ്റൻറ്റിൽ ഒന്ന് പ്രോഡക്റ്റില്ല. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വാട്ടർ വരും. കണ്ടോ? നോക്കിയ ബാലൻസ്ഡ് ആയില്ലേന്ന്. എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ എവിടെയും 2 ഓക്സിജൻ എവിടെയും 6 ഓക്സിജൻ വേണം. അല്ലേടാ, 4 ഓക്സിജൻ എവിടെയും 2 ഓക്സിജൻ എവിടെയും 6 ഓക്സിജൻ വേണം. വന്നു. ഹൈഡ്രജൻ എത്ര വേണം? ഹൈഡ്രജൻ ഇവിടെ ഒന്നുമില്ല. 4 ഹൈഡ്രജൻ അവിടെ ഉണ്ട്, അപ്പോൾ 4 ഹൈഡ്രജൻ അവിടെ ഉണ്ട്. ചാർജ് ബാലൻസ് ലൈലിയെ ഇവിടെ ഒരു മൈനസ്, ഇവിടെ 6 പ്ലസ്, അപ്പോൾ 5 പ്ലസ്. അപ്പോൾ മൊത്തം ഇവിടുത്തെ ചാർജ് 5 പ്ലസ്സാണ്. ഇവിടെ 9 പ്ലസ്, ഇവിടെ 4 മൈനസ്. അപ്പം ആഡ് ചെയ്താൽ 5 പ്ലസ്. ചാർജ് ബാലൻസ്ഡായി. ക്ലിയർ ആണോ? ഓക്സിജൻ കുറവാണെങ്കിൽ വാട്ടർ ആഡ് ചെയ്യാം. അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രജൻ കുറവാണെങ്കിൽ H+ ആഡ് ചെയ്ത് ബാലൻസ് ചെയ്യാം. ഓക്സിജൻ കുറവാണെങ്കിൽ വാട്ടർ ആഡ് ചെയ്ത് ബാലൻസ് ചെയ്യാം. ബേസിക് മീഡിയത്തിൽ ഹൈഡ്രജൻ കുറവാണെങ്കിൽ എത്ര ഹൈഡ്രജൻ്റെ കുറവുണ്ടോ അത്രയും വാട്ടർ ഹൈഡ്രജൻ കുറവുള്ളിടത്ത് ആഡ് ചെയ്യുക. എത്ര വാട്ടർ ആഡ് ചെയ്തോ അത്രയും OH- അതിൻ്റെ ഓപ്പോസിറ്റ് ആഡ് ചെയ്യുക. അതേ സമയം തന്നെ നമുക്കൊന്നുകൂടെ നോക്കാം. നോക്കിയേ, നമുക്കൊന്നുകൂടെ നോക്കാം. യെസ്, MnO4- പ്ലസ് SN2+. MnO4- SN2+ ആണ്. gives MnO2 പ്ലസ് SN4+. ഇങ്ങനെയാണ്. 7 4 വന്നു. 7 4 വന്നു. ചേഞ്ച് എത്രയാ? 3. അയാളെ ചേഞ്ച് ഇവിടെ കൊടുത്തു. ഇത് +7 MnO2 വരുമ്പം +4 7 4 3. അപ്പോൾ അയാൾ 3 അവിടെ കൊടുത്തു. ഇത് SN2+, അവിടെ വരുന്ന SN4+, ചേഞ്ച് എത്രയാ? 2. അത് ഇവിടെയും കൊടുത്തു. ഇനി ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്ത് ഒരു ബാലൻസ് ചെയ്യണം. 2Mn 3SN 3SN. ഇനി ആരെ ബാലൻസ് ചെയ്യണം? ഓക്സിജനെ. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ശ്രദ്ധിക്കണം. 2 × 4 8 ഓക്സിജൻ. അപ്പോൾ ഇവിടെയോ? ഇവിടെ 4 ഓക്സിജൻ. 2 × 2. അപ്പോൾ 4 ഓക്സിജൻ്റെ ഷോർട്ടേജ് ഇവിടെ ഉണ്ട്. ഓക്സിജൻ കുറവുള്ള സൈഡിൽ ആര് ആഡ് ചെയ്യണം? ഓക്സിജൻ കുറവുള്ള സൈഡിൽ വാട്ടർ ആഡ് ചെയ്യണം. എത്ര ഓക്സിജൻ ഷോർട്ടേജ് ഉണ്ട്? 4 എണ്ണം. അപ്പോൾ 4 വാട്ടർ ആഡ് ചെയ്തു. ഇനി ആരെ ശരിയാക്കണം? ഇനി നമുക്ക് ശരിയാക്കേണ്ട ആൾ ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ഇവിടെ വേണമെങ്കിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അവിടെ ഉണ്ടോ? ഉണ്ട്. എത്ര എണ്ണം? 8 എണ്ണം. അപ്പോൾ ഇവിടെ 8 ഹൈഡ്രജനാണ്.
അപ്പോൾ ഇവിടെ 8 ഹൈഡ്രജൻ കുറവുണ്ട്. എത്ര ഹൈഡ്രജൻ കുറവുണ്ടോ അത്രയും വാട്ടർ ആഡ് ചെയ്യുക. അപ്പോൾ 8 വാട്ടർ ആഡ് ചെയ്തു. എത്ര വാട്ടർ ആഡ് ചെയ്തോ അത്രയും OH മൈനസ് അതിൻ്റെ ഓപ്പോസിറ്റ് ആഡ് ചെയ്യുക. 8 വാട്ടറും 4 വാട്ടറും ക്യാൻസൽ ചെയ്തില്ലേ പോവുക. അപ്പോൾ ഇവിടെ എത്ര ബാക്കി വരും? 4 വാട്ടർ ബാക്കി വരും. ബാലൻസ്ഡ് ആയോ നോക്ക്. 2 4 8 ഓക്സിജൻ അല്ലേ? 2 4 8 ഓക്സിജൻ. ഇവിടെയോ 4 ഓക്സിജൻ, 12 ഓക്സിജൻ. 12 ഓക്സിജൻ ഇവിടെ വന്നില്ലേ? 8 ഓക്സിജൻ ഇവിടെ, 4 ഓക്സിജൻ അവിടെ, 12 ഓക്സിജൻ. ഇനി ക്ലിയർ ആണോ? ഹൈഡ്രജൻ എത്ര എണ്ണം? 8 ഹൈഡ്രജൻ. ഇവിടെ എത്ര ഹൈഡ്രജൻ? 4 H2 എന്ന് പറയുമ്പം 8 ഹൈഡ്രജൻ. കണ്ടോ? യെസ്. ഇനി ചാർജ് ഇവിടെ 2 മൈനസ്, ഇവിടെ 6 പ്ലസ്, അപ്പം 4 പ്ലസ്. അപ്പോൾ ഇവിടുത്തെ മൊത്തം ചാർജ് 4 പ്ലസ് ആണ്. ഇവിടെ 12 പ്ലസ്, ഇവിടെ 8 മൈനസ്. അപ്പോൾ ഇവിടെ എത്ര വന്നു? 4 പ്ലസ് വന്നു. അപ്പോൾ അവിടെയും 4 പ്ലസ്, ഇവിടെയും 4 പ്ലസ്. എല്ലാ വൈസും ബാലൻസ്ഡ് ആണ്. ശരിയായോ? ക്ലിയർ ആണോ? അത് ഇവിടെ പറയണോ? നമുക്ക് ഒരെണ്ണോടി നോക്കാം. ഒരെണ്ണോടെ Cr2O7 2 മൈനസ് വേണ്ട, അത് വേണ്ട. നമുക്ക് വേറെ എടുക്കാം. MnO4 മൈനസ് പ്ലസ് സിങ്ക് gives MnO2 പ്ലസ് സിങ്ക് 2 പ്ലസ്. 7 എത്രയ്ക്ക് വന്നു? 7 4ലേക്ക് വന്നു. ചേഞ്ച് എത്രയാ? 3. അത് ഇവിടെ കൊടുത്തു. 0 എത്രയിലേക്ക് വന്നു? 2 പ്ലസിലേക്ക്. ചേഞ്ച് എത്രയാ? 2. ഇവിടെ കൊടുത്തു. 2 Mn അല്ലേ? 2 Mn. ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തൊരാടെ ചെന്ന് ആദ്യം തന്നെ ബാലൻസ് ചെയ്യണേ, തെറ്റിപ്പോരുത്. ഓക്സിജൻ ഒന്നല്ല ആദ്യം ബാലൻസ് ചെയ്യേണ്ടത്, ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തൊരു ആദ്യം ബാലൻസ് ചെയ്യണം. 2 Mn 3 Zn. അപ്പോൾ അവിടെ 4 ഓക്സിജനാണ്, ഇവിടെയോ 8 ഓക്സിജനാണ്. അപ്പോൾ 4 ഓക്സിജൻ കുറവുണ്ട്, അപ്പോൾ 4 വാട്ടർ. 8 ഹൈഡ്രജൻ വരും. ആ ഹൈഡ്രജൻ ഇവിടെയൊന്നുമില്ല, 8 ഹൈഡ്രജൻ വരുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ എവിടെയാണോ കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ ആഡ് ചെയ്യുക. അത്ര വാട്ടർ ആഡ് ചെയ്തോ അത്രയും OH മൈനസ് ഇപ്പുറത്ത് ആഡ് ചെയ്യുക. 4 വാട്ടർ 8 വാട്ടറും, അപ്പോൾ 4 വാട്ടർ. നേരത്തെ തന്നെ അതേ സിമിലർ ആയിട്ടുള്ള കേസാണ്. സിങ്ക് ആണെന്നുള്ളൂ. എവിടെ വന്നോ? ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങളിത് 2 3 4 5 എണ്ണം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, യെസ്, നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ഏതാ ചെയ്തത്? അസിഡിക് മീഡിയം ചെയ്തു, ബേസിക് മീഡിയം ചെയ്തു. ഇനി അടുത്ത കേസാണ് വരുന്നത്. അടുത്ത കേസ് ശ്രദ്ധിക്കണേ, നോക്കിക്കൊണ്ടു. നമ്മൾ P4 ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് അയാൾ ബേസിക് മീഡിയത്തിലാണ് റിയാക്ട് ചെയ്യുന്നത്. NH3 കിട്ടി ബേസിക് മീഡിയത്തിൽ. പിന്നെ വന്നത് H2PO2 മൈനസ്, ഹൈപ്പോഫോസ്ഫൈറ്റ് അയോൺ എന്ന് പറയും. H2PO2 മൈനസ്. നമ്മളോട് ഇത് ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. വി ഹാവ് ടു ബാലൻസ് ദിസ് വൺ. അപ്പോൾ ഫോസ്ഫറസ് എത്രയില്ല? ഫോസ്ഫറസ് ഇവിടെ -3ലാണ്. ഇവിടെ ഫോസ്ഫറസ് എത്രയില്ല? കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും +1ലാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഫോസ്ഫറസ് -3, മറ്റേ സ്ഥലത്ത് ഫോസ്ഫറസ് +1 കുഴപ്പമില്ലല്ലോ. ഇനി ഇവിടെ ഫോസ്ഫറസ് 0ലാണ്. ഫോസ്ഫറസ് 0 -3ലേക്ക് വന്നു. അപ്പോൾ ഫോസ്ഫറസിന് എന്താ? റിഡക്ഷൻ. ഫോസ്ഫറസ് 0 +1ലേക്ക് വന്നു. അപ്പോൾ ഫോസ്ഫറസിന് എന്താ? ഓക്സിഡേഷൻ. അപ്പോൾ സെയിം എലമെന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആസ് വെൽ ആസ് റിഡക്ഷൻ. ആ ടൈപ്പ് റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ. നമ്മളത് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് പറയുമ്പോൾ കാണും. ഒരാൾക്ക് തന്നെ ഓക്സിഡേഷനും അയാളുടെ തന്നെ ഡിഫറെൻ്റ് ആറ്റത്തിന് റിഡക്ഷനും നടക്കുക. സെയിം എലമെന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആസ് വെൽ ആസ് റിഡക്ഷൻ. അതിനെയാണ് എന്ത് പറയുക? ഡിസ്പ്രപ്പോർഷനേഷൻ. അപ്പോൾ അവിടെ ഫോസ്ഫറസ് എലമെൻ്ററി സ്റ്റേറ്റ് 0, അവിടുന്ന് എവിടേക്ക് എത്തി? -3 വന്നു. അപ്പോൾ എന്താ പ്രോസസ്സ്? റിഡക്ഷൻ. പിന്നെ ഫോസ്ഫറസ് 0 +1ലേക്ക് വന്നു. എന്താ പ്രോസസ്സ്? ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നത് ഒരേ എലമെൻറ്റിനാണ്. അപ്പോൾ ആ റിയാക്ഷനാണ് എന്ത് വിളിക്കുക? ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് വിളിക്കുക. നേരത്തെ നമ്മൾ കണ്ടത് എന്താ? മാംഗനീസിന് റിഡക്ഷൻ ആണെങ്കിൽ അയൺ ഓക്സിഡേഷൻ,
ക്രോമിയത്തിന് റിഡക്ഷൻ ആണെങ്കിൽ അയൺ ഓക്സിഡേഷൻ. അതും രണ്ടാളാണ്. ഇവിടെ അങ്ങനെയല്ല. ഫോസ്ഫറസിനാണോ മനസ്സിലായോ നിങ്ങൾക്ക്? അതെ, രണ്ടും നടക്കുന്ന ആർക്കുക? ഫോസ്ഫറസിനാണ്. ഈ ടൈപ്പ് റിയാക്ഷൻ ആണ് എന്ത് പറയുക? സെയിം എലമെന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആസ് വെൽ ആസ് റിഡക്ഷൻ. അതിനെന്ത് വിളിക്കും? ഡിസ്പ്രപ്പോർഷനേഷൻ. സെയിം എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസിന്റെ കുറേ ആറ്റംസ് ഉണ്ട്. അതിൽ കുറേ ആറ്റത്തിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ വേറെ കുറേ ആറ്റത്തിന് റിഡക്ഷൻ. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഒരു ഫോസ്ഫറസ് ആറ്റം ഓക്സിഡേഷൻ, അതേ ഫോസ്ഫറസ് ആറ്റത്തിന് കുറച്ച് കഴിഞ്ഞിട്ട് റിഡക്ഷൻ, അങ്ങനെയല്ല. 10 ഫോസ്ഫറസ് എടുത്താൽ ഒരു 5 ആൾക്ക് ഓക്സിഡേഷൻ നടന്നു, വേറെ 5 ആൾക്ക് റിഡക്ഷൻ. ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്ന ആർക്കാ? സെയിം എലമെന്റ്. ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അതാണ് എന്ത്? ഡിസ്പ്രപ്പോർഷനേഷൻ. അത് ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കുക. അത് ബാലൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടുന്ന് അങ്ങോട്ടല്ല എടുക്കേണ്ട, അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. -3 0 ചേഞ്ച് എത്രയാ? 3. ആ ചേഞ്ച് എടുത്ത് ഇവിടെ കൊടുക്കുക. നോർമലി ഇവിടുന്ന് അങ്ങോട്ടല്ലേ ചെയ്യാറ്. ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ വരുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ചെയ്യാം. -3 0 ചേഞ്ച് 3, അയാൾ ചേഞ്ച് എടുത്ത് അവിടെ കൊടുക്കുക. +1 0 ചേഞ്ച് 1, അയാൾ ചേഞ്ച് എടുത്ത് ഇവിടെയും കൊടുക്കുക. ഇനി ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്താൽ ആദ്യം ബാലൻസ് ചെയ്യുക. ഒരു ഫോസ്ഫറസും 3 ഫോസ്ഫറസും 4 ഫോസ്ഫറസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ആര് ആഡ് ചെയ്യണം? വാട്ടർ ആഡ് ചെയ്തിട്ട് ഓക്സിജനെ ബാലൻസ് ചെയ്യണം. എത്ര ഓക്സിജൻ കുറവുണ്ട്? 6 ഓക്സിജൻ കുറവുണ്ട്. അപ്പോൾ 6 വാട്ടർ ആഡ് ചെയ്തു. ഏതൊരു മീഡിയത്തിലാണെന്നാണ് പറഞ്ഞ്? ബേസിക് മീഡിയത്തിലാണ്. അപ്പോൾ ആരോ കുറവ് വരണം? ഹൈഡ്രജൻ കുറവ് വരും. എത്ര ഹൈഡ്രജൻ ഇവിടെ? 12 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. ഇവിടെയോ 3 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. 6 ഹൈഡ്രജൻ അവിടെയുണ്ട്. 9 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. അവിടെ 12 ഹൈഡ്രജൻ, ഇവിടെ 9 ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻ്റെ ഷോർട്ടേജ് ഉണ്ട്. ബേസിക് മീഡിയമാണ്. എത്ര ഹൈഡ്രജൻ ഷോർട്ടേജ് ഉണ്ടോ അത്രയും വാട്ടർ ആഡ് ചെയ്യാം. എത്ര വാട്ടർ ആഡ് ചെയ്തോ അത്രയും OH- ഓപ്പോസിറ്റ് ആഡ് ചെയ്ത് ബാലൻസ് ചെയ്യാം. 12 ഹൈഡ്രജൻ. ഇവിടെയോ 3 ഹൈഡ്രജനും 6 ഹൈഡ്രജനും 9 ഹൈഡ്രജൻ. 9 ഹൈഡ്രജനും അവിടെ 12 ഹൈഡ്രജനും. അപ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻ കുറവുണ്ട്. എത്ര ഹൈഡ്രജൻ കുറവുണ്ടോ അത്രയും വാട്ടർ ആഡ് ചെയ്യുക. ആസിഡ് മീഡിയ അല്ല, H+ ആഡ് ചെയ്യരുത്, ബേസിക് മീഡിയ. അപ്പോൾ എത്ര ഹൈഡ്രജൻ കുറവുണ്ടോ അത്രയും വാട്ടർ ആഡ് ചെയ്യുക. എത്ര വാട്ടർ ആഡ് ചെയ്തോ അത്രയും OH- അതിൻ്റെ ഓപ്പോസിറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ 6 വാട്ടറും 3 വാട്ടറും ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 3 വാട്ടർ ബാക്കി വരും. അപ്പോൾ 3 മൈനസ് ചാർജ് വൈസ് ഈക്വൽ ആണ്, ബാക്കിയെല്ലാം ഈക്വൽ ആണ്. ക്ലിയർ ആണോ? അത് ഏത് റിയാക്ഷൻ? സെയിം എലമെന്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആസ് വെൽ ആസ് റിഡക്ഷൻ. അതിനെയാണ് എന്ത് പറയുക? ഡിസ്പ്രപ്പോർഷനേഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുന്നതിന് പകരം അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. -3 0 ചേഞ്ച് 3, അതെടുത്ത് അയാൾക്ക് കൊടുക്കുക. ഇയാൾ +1, അവിടെ എത്തുമ്പം 0, അയാൾ ചേഞ്ച് 1, അതെടുത്ത് ഇയാൾക്കും കൊടുക്കുക. പിന്നെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തൊരു ബാലൻസ് ചെയ്യുക. അതാരാ? ഫോസ്ഫറസ്. ഇവിടെ എത്ര ഫോസ്ഫറസ്? ഇവിടെ 1. അപ്പോൾ ടോട്ടൽ 4. അപ്പോൾ 4 ഇവിടെ ഓൾറെഡി ഉണ്ട്. ശരിയാ? ക്ലിയർ ആണോ? ഒന്നോടെ നോക്കാം. MnO4 2- gives Mn2 plus MnO2. വേണ്ട, Mn2 പ്ലസ് വേണ്ട. ഒരു മിനിറ്റ്. MnO4 2- gives MnO4 minus plus MnO2. ഇങ്ങനെ. അപ്പോൾ 4 ഓക്സിജന് -8. മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2. അപ്പോൾ മാംഗനീസ് +6. ഇവിടെ വരുമ്പോൾ മാംഗനീസ് പെർമാംഗനേറ്റ് ആണ് +7. ഇവിടെ വരുമ്പോഴോ +4. അപ്പോൾ മാംഗനീസ് +6 നിന്ന് +7 എത്തി. ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പോൾ മാംഗനീസിന് ഓക്സിഡേഷൻ. മാംഗനീസ് +6 നിന്ന് +4 വന്നു. അപ്പോൾ മാംഗനീസിന് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അപ്പം റിഡക്ഷൻ. ക്ലിയർ ആണോ? ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. ആർക്ക്? മാംഗനീസിന്. അപ്പോൾ എന്താ സാധനം? ഡിസ്പ്രപ്പോർഷനേഷൻ. കത്തിച്ചോ? എങ്ങനെയാണ് ബാലൻസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അവിടെ നിങ്ങോട്ട് ബാലൻസ് ചെയ്യുക. 7 6 ചേഞ്ച് 1, അത് ഇയാൾക്ക് കൊടുത്തു. 4 6 ചേഞ്ച് 2, അത് ഇയാൾക്ക് കൊടുത്തു. 2Mn 1Mn 3Mn. അപ്പോൾ 3Mn ഇവിടെ കൊടുത്ത് ബാലൻസ് ചെയ്തു. കണ്ടോ? ഇനി ആസിഡ് മീഡിയ ആണെങ്കിൽ ആദ്യം ഓക്സിജനെ ബാലൻസ് ചെയ്തിടണം. 12 ഓക്സിജൻ, 2 4 8 2 10 ഓക്സിജൻ. 10 ഓക്സിജൻ. അപ്പം 2 ഓക്സിജൻ കുറവ് ഇവിടെ ഉണ്ട്. അപ്പോൾ 2 വാട്ടർ ആഡ് ചെയ്തു. ആസിഡ് മീഡിയ ആണെങ്കിൽ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം. 4H+ ആഡ് ചെയ്താൽ അത് ബാലൻസ്ഡ് ആയി. ആസിഡ് മീഡിയ ആണെങ്കിൽ
12 ഓക്സിജൻ, 8 ഓക്സിജനും 2 ഓക്സിജനും 10 ഓക്സിജൻ, 12 ഓക്സിജനും 2 ഓക്സിജൻ കുറവ് വേണം. അപ്പോൾ 2 ഓക്സിജൻ ഇവിടെ കുറവാണ്, അപ്പോൾ 2 വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ ആരെ ബാലൻസ് ചെയ്തിട്ട് ഹൈഡ്രോജൻ. അസിഡിക് മീഡിയം ആണെങ്കിൽ 4 ഹൈഡ്രോജൻ. വേറെ ഹൈഡ്രോജൻ വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 4 H പ്ലസ് ആഡ് ചെയ്ത് ബാലൻസ് ചെയ്തു. ചാർജ് വൈസ് ബാലൻസിലായില്ലേ? 6 മൈനസും 4 പ്ലസും 2 മൈനസ്. ഇവിടെ ഒന്നും ചാർജ് ഇല്ല, ഇവിടെ 2 മൈനസ്, ബാലൻസ്ഡായി. ഇനി ബേസിക് മീഡിയം ആണെങ്കിലോ? ബേസിക് മീഡിയം ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇതാ 2 വാട്ടർ ആഡ് ചെയ്തു, അപ്പോൾ 4 ഹൈഡ്രോജൻ അല്ലേ? അതെ. ഓക്സിജൻ ബാലൻസ്ഡായി, 4 ഹൈഡ്രോജൻ. അപ്പോൾ ഇവിടെ 4 ഹൈഡ്രോജൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ 4 വാട്ടർ ആഡ് ചെയ്യണം. 4 വാട്ടർ എവിടെ ആഡ് ചെയ്തോ? 4 OH മൈനസ് അപ്പുറത്ത് ആഡ് ചെയ്യണം. മനസ്സിലായോ? ആ രീതിയിലാണ് അത് പോവുക. കുഴപ്പമില്ലല്ലോ. ഐഡിയ വന്നോ? അത് കത്തിച്ചില്ലേ? നീ പറയണോ? യെസ്. അടുത്ത വരാം. അപ്പോൾ ഐഡിയാസ് ക്ലിയർ ചെയ്തേ. ഇനി നെക്സ്റ്റാണ് വരുന്നത് നമ്മൾ. അപ്പോൾ അസിഡിക് മീഡിയയായി, ബേസിക് മീഡിയയായി, പിന്നെ ഡിസ്പ്രപ്പോർഷനേഷൻ ടൈപ്പ് റിയാക്ഷൻസ് നമ്മൾ ബാലൻസ് ചെയ്തു. ഓക്കെ. ദെൻ ഇനി നമ്മൾ വരുന്നത് അടുത്ത മെത്തേഡിലേക്കാണ്. ഓക്കെ. സി we have metal ion Mn plus. Permanganate ions oxidizes Mn plus into MO3 minus in acidic medium. 1 mole Mn plus oxidizes 1.67 moles of MnO4 minus in acidic medium എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? 1 mole Mn plus oxidizes 1.67 moles of MnO4 minus in acidic medium and Mn plus is converted into MO3 minus എന്നും തന്നിട്ടുണ്ട്. ഇത്രയാണ് തന്നത്. ചോദിച്ചത് Nൻ്റെ വാല്യൂ ആണ്. സിമ്പിൾ. നമുക്കറിയുന്ന മെത്തേഡ് കൊടുക്കുക. രണ്ടുപേരും റിയാക്ട് ചെയ്യുന്നു. ഒരു മോളിന് ഇത്രയും മോൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓക്സിഡേഷൻ നമ്പറാണ് ചോദിച്ചത് Mn പ്ലസ് എന്ന് പറയുമ്പം. അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ബാലൻസ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്ത ആൻസറായി. എങ്ങനെ നോക്കിയാൽ മതി. അസിഡിക് മീഡിയല്ലേ? അതെ. പെർമാംഗനേറ്റ് എവിടെ എത്തുക? പെർമാംഗനേറ്റ് വരുന്നത് Mn2 പ്ലസ്സിലാണ്. അപ്പോൾ അയാളുടെ ചേഞ്ച് എത്രയാണ് വരിക? 5 ആ വരിക. അയാളുടെ ചേഞ്ച് എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കുക. ശരിയല്ലേ? കുഴപ്പമില്ലല്ലോ. ഇയാൾ എത്രയിലാണ് വരുന്നത്? ഇയാൾ വരുന്നത് -6ലാണ് 3 ഓക്സിജൻ. അപ്പോൾ ഇയാൾ +5ലാണ് വരിക. N എന്നാണ് എവിടെ എത്തിയത്? +5ലേക്ക് എത്തിയത്. അപ്പോൾ ചേഞ്ച് എത്രയാ? 5 - N ആണ്. ഇയാൾ എത്രയിലാണ്? Nലാണ്. ഇവിടെ എത്തുമ്പോഴോ 3 ഓക്സിജന് -6. അപ്പോൾ ഒരു Mന് +5. നല്ലതിൽ ആഡ് ചെയ്താൽ -1 ആവുള്ളൂ. അപ്പോൾ എത്രയാണ് വരുന്നത്? അവിടെ 5. ഇവിടെ എത്രയാ? N. ചേഞ്ച് എത്രയാ? 5 - N. ഇനി കേറ്റ് ചെയ്താൽ മതി. എങ്ങനെ കേറ്റ് ചെയ്യുക? ഇയാളെ നമ്പർ ഓഫ് മോൾസ് ബൈ ഇയാളെ നമ്പർ ഓഫ് മോൾസ്, അല്ലെങ്കിൽ അയാളെ നമ്പർ ഓഫ് മോൾസ് ബൈ ഇയാളെ നമ്പർ ഓഫ് മോൾസ്. 1/1.67 ഈക്വൽ ടു അല്ലേ? കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ തിരിച്ചെടുക്കുക. 1.67 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു ഇയാളെ നമ്പർ ഓഫ് മോൾസ് ബൈ ഇയാളെ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു 5 - N ഡിവൈഡഡ് ബൈ 5 അല്ലേടാ? ക്ലിയർ ആണോ? ഇനി സോൾവ് ചെയ്താൽ മതി. ആരുടെ വാല്യൂ കിട്ടും? Nൻ്റെ വാല്യൂ കിട്ടും. മനസ്സിലായോ? അത് ഇവിടെ പറയണോ? വേണ്ട. എടി വന്നോ? യെസ്. ഒരെണ്ണമുള്ള ഒരു ഇക്വേഷൻ അല്ലേ ഉള്ളൂ. കിറ്റ് ചെയ്ത ആൻസറാ. യെസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പം ബാലൻസ് ചെയ്യുന്നതിൻ്റെ ബേസിസിലുള്ള കേസസ് ആണ് അത് വരുന്നത്. ബാലൻസ്ഡ് ഇക്വേഷന് ബേസിലുള്ള കോൺസെപ്റ്റുകളും സംഭവങ്ങളുമാണ്. ഇനി നമുക്കതിൽ ക്ലിയർ ചെയ്യാനുള്ളത് ബാലൻസിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി അതിൽ ക്ലിയർ ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആണ്. ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെഷൻ അതിൽ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് വരും? ഈക്വലൻ്റ് മാസിൻ്റെ കോൺസെപ്റ്റിൽ വരും. ആ ഈക്വലൻ്റ് മാസിൻ്റെ കോൺസെപ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ടൈട്രേഷനും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ചെറിയൊരു ഏരിയ ഉണ്ട്, അതിനകത്തേക്ക് പോവും. അത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഷൻ അവസാനിക്കുകയാണ് ചെയ്യുക. ഓക്കെ മക്കളെ? ഓക്കെ, താങ്ക് യു.